അങ്ങനെ ഷോയാൻ 3 മില്യൺ ആ ഒരു റിങ്ങിന് വിളിക്കുന്നത് കേട്ട് എല്ലാവരും ഷോക്കാവുന്നു. ഹാമിങ്ങും ഇവൾ എന്താണ് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഫാങ്ങും വായും പൊളിച്ചിരിക്കാണ്. സോ ഇത്രയും വലിയ എമൗണ്ട് ഇവളെ വിളിക്കുന്നത് കൊണ്ട് തന്നെ അതിലും കൂടുതൽ ആരും വിളിക്കാൻ പോകുന്നില്ല. ഇവർക്ക് തന്നെ അത് സ്വന്തമാവുന്നു. ഷോയാനും ആ ഒരു റിങ്ങൊക്കെ എടുത്ത് കയ്യിലിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് ഫാങ്ങിനോട് ചോദിക്കുമ്പോൾ ഫാങ്ങും നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. ഉടനെ തന്നെ ഷോയാൻ ആ ഒരു റിങ് ഒരു ഇവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കാണ്. ഫാങ് ആണെങ്കിൽ ഇത് തനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷോയാൻ അടിച്ചേൽപ്പിക്കാണ്. ഇത് ശരിക്കും നിനക്കാ ചേരുന്നത്, 3 മില്യൺ വില വരുന്നതാ, ഇത് നിന്റെ കൈകൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾക്കത് ഇട്ടുകൊടുക്കുമ്പോ ഹോമിങ്ങിനാണെങ്കിൽ ഇവള് ചെയ്യുന്നത് ഒന്നും പിടികിട്ടുന്നില്ല. ഇവന്റെ 3 മില്യൺ ആണല്ലോ ഇപ്പൊ പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോമിങ് ഇവളോട് നീ നിന്റെ ലിമിറ്റ് എന്താണെന്ന് മറന്നു പോകരുത് എന്ന് പറയുമ്പോ ഇവളും ഓഫ് കോഴ്സ് എനിക്കറിയാം, നിങ്ങള് നന്നായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നു, ചിരിക്കും മുഖത്ത് ചിരി വരണം എന്ന് പറഞ്ഞ് ഇവനോട് ചിരിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാണ്. അതിനുശേഷം ഇവര് അന്ന് കൊടുത്ത ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടെലികാസ്റ്റ് ആയിരിക്കാണ്. ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ മുത്തശ്ശിയും കാണുന്നു. സോ അതിലാണെങ്കിൽ ഷോയാൻ ഒട്ടും ഹാപ്പി അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളെ എന്തോ ഒരു കാര്യം അലട്ടുന്നുണ്ട് എന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവുന്നു. അപ്പോ ഷോയാൻ ആണെങ്കിൽ ന്യൂസ് ആങ്കറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വളരെ ശോകത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോ ഇവളുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇവളോട് വന്ന് നിങ്ങളെ എന്ത് ഭംഗിയായിട്ട് ന്യൂസ് വായിക്കുന്നത്, അത് മാത്രമല്ല സ്വന്തം ഹസ്ബൻഡിന്റെ ബിസിനസ് അല്ലേ ഇപ്പോ ഹോസ്റ്റ് ആയിട്ട് ഇരുന്ന് റിപ്പോർട്ട് ചെയ്തത്, ഇതുപോലത്തെ ഭാഗ്യമൊക്കെ ആർക്കാ കിട്ടുന്നത്, നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് മാച്ച് ആണ്, എന്തായാലും നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ വളരെയധികം ആരാധിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുമ്പോഴും ഇവള് അത്ര നല്ല മൂഡിലൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റും ശരി മേഡം എങ്കിൽ പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇവളും കുറച്ചു നേരം കണ്ണാടിയിൽ നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് ഇവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുകയാണ്. നേരത്തെ അസിസ്റ്റന്റ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവൾക്ക് അറിയാവുന്ന ഹാമിങ്. അവൻ ഇവളെ സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. ആരാധന പോയിട്ട് അവന്റെ മനസ്സിൽ ഒരു തരി ഇഷ്ടം പോലും ഇവളോടില്ല. സോ താനിതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നൊരു ചിന്തയിലാണ് ഇവളെ കരഞ്ഞുകൊണ്ട് ആ ഒരു മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്നത്. ആ സമയത്ത് ഇവളുടെ മുത്തശ്ശി വിളിക്കാണ്. മുത്തശ്ശിയാണെങ്കിൽ വിളിച്ചിട്ട് ഇവളോട് നിനക്ക് സുഖമാണോ, എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ ഇവൾക്കാണെങ്കിൽ പൊട്ടിക്കരയാൻ തോന്നുകയാണ് ആ ഒരു ചോദ്യം കേട്ട്. പക്ഷെ ഞാൻ ഓക്കെയാണ് മുത്തശ്ശി. അല്ല എന്താ ഇപ്പൊ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോ മുത്തശ്ശിയും ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ ടിവിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതില് നീ ഓക്കെ അല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ആയത് എന്ന് പറയുമ്പോ മുത്തശ്ശിയെ സമാധാനിപ്പിക്കാനായിട്ട് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ജോലി തിരക്കൊക്കെ അല്ലേ അതുകൊണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് കരഞ്ഞോണ്ടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ മുത്തശ്ശിയും ഇവളോട് ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ നീ തളർന്നു പോകരുത്, ഞാനും വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ നിന്റെ കൂടെ നിന്ന് ആശ്വസിപ്പിക്കാൻ ഉണ്ടായെന്ന് വരില്ല, നീ തന്നെ എല്ലാം മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുത്, ഞാൻ എന്തായാലും അടുത്ത ആഴ്ച നാട്ടിലോട്ട് വരുന്നുണ്ട്, മുത്തശ്ശിയോടൊപ്പം കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇവളോട് വേണ്ട നീ ഹാമിങ്ങിനോടൊപ്പം എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടെത്തി വെക്കേഷന് പോവാനായിട്ട് പറയാണ്. പക്ഷെ ഇവളാണെങ്കിൽ താൻ വരും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ ഇവളോട് തനിക്ക് എപ്പോഴാണ് ഒരു പേരക്കുട്ടിയെ തരാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൾക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. ഇവരുടെ ദാമ്പത്തിക ജീവിതം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സോ ഞങ്ങൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല, ഞാൻ എന്തായാലും മുത്തശ്ശി പിന്നെ വിളിച്ചോളാം, ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറഞ്ഞിട്ട് അവര് ഫോൺ വെക്കുന്നു. അതിനുശേഷം ഇവളാണെങ്കിൽ വീട്ടിൽ വന്ന് കുറച്ച് മനസമാധാനത്തിന് വേണ്ടി ആ മുത്തശ്ശിയുടെ ജാം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് കഴിക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ അതാണെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുകയാണ്. എല്ലാം കൊണ്ടും ഇവൾക്കിപ്പോ നല്ല കഷ്ടകാലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവള് പിന്നീട് ഒരുപാട് ദിവസമൊന്നും അവിടെ നിൽക്കുന്നില്ല. പെട്ടെന്ന് തന്നെ മുത്തശ്ശിയെ കാണാനായിട്ട് നാട്ടിലേക്ക് എത്തുന്നു. പക്ഷെ ഇവള് വീട്ടിലേക്ക് വരുമ്പോ അവിടെ ഫുള്ള് പൂട്ടിയിട്ടേക്കാണ്, മുത്തശ്ശി അവിടെ കാണുന്നില്ല. ഇവള് അവിടെ ഫുള്ള് വിളിച്ചു നോക്കുന്നു, അവരെ ഫോണിൽ വിളിച്ചു നോക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. സോ ഇവരുടെ ഒരു നെയ്ബർ ആണെങ്കിൽ വന്നിട്ട് മോളെ മുത്തശ്ശി ഇവിടെ ഇല്ല, മുത്തശ്ശി ഇന്നലെ രാത്രി ഒന്ന് വീണു, ഇപ്പൊ ഹോസ്പിറ്റലിലാണ് എന്ന് പറയുന്നത് കേട്ട് ഇവളുടെ ഹൃദയം തകർന്ന് പെട്ടെന്ന് തന്നെ ഇവളെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അപ്പൊ ഇവളുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇവള് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി വന്ന് മുത്തശ്ശി എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചു വരുന്നു. പക്ഷെ അവർക്കാണെങ്കിൽ ബോധം വന്നിട്ടില്ല. സോ പാരന്റ്സിനോട് ഇവള് വീട്ടിലേക്ക് പോക്കോ, ഞാൻ തന്നെ മുത്തശ്ശി നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോ അവരും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഇവൾക്കാണെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ താങ്ങാനേ ആവുന്നില്ല. കാരണം ഇവരാണല്ലോ എപ്പോഴും ഇവൾക്ക് ആശ്വാസമായിട്ട് ഉണ്ടായിരുന്നത്. സോ അതിനുശേഷം ഇവള് തന്നെയാണ് അവിടെ നിന്ന് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ മുത്തശ്ശിക്കാണെങ്കിൽ ബോധം വരുന്ന സമയത്ത് ഇവളോട് ഉടനെ തന്നെ ചോദിക്കുന്നത് എന്തോ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്, എന്താ നിന്റെ വിഷമം മോളെ എന്നാണ്. പക്ഷെ ഇവളാണെങ്കിൽ അത് പറഞ്ഞ ഇവരെ കൂടുതൽ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയോട് ഇവളോടൊപ്പം വരാനായിട്ട് പറയുന്നു സിറ്റിയിലേക്ക്. അതാണ് എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുമ്പോൾ മുത്തശ്ശി മോളെ, ഞാൻ എന്റെ ലൈഫ് മൊത്തവും ജീവിച്ചത് ഈ ഒരു നാട്ടിലാണ്, ഞാനിവിടെ വളരെ സമാധാനത്തോടു കൂടിയാണ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നത്, എനിക്ക് ഒരിക്കലും മറ്റൊരു നാട്ടിൽ വന്ന് ജീവിക്കാനാവില്ല, എന്റെ കൃഷിത്തോട്ടം ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ് ഇവര് അധികം പിടിക്കുമ്പോ മുത്തശ്ശി നമുക്ക് അവിടെ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി എന്താന്ന് വെച്ചാൽ കൃഷി ചെയ്തേക്കാം, മുത്തശ്ശി എന്റെ കൂടെ വന്നാ മാത്രം മതി
എന്ന് പറയുമ്പോഴും ഇവര് എവിടെയായാലും നീ സന്തോഷമായിട്ട് ഇരുന്നാ മതി, നീ സന്തോഷമായിട്ട് ഇരുന്നാല് ഞാനും സന്തോഷവതിയാണ്, നീ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല, നീ ആ സിറ്റിയിൽ നല്ലൊരു ലൈഫ് തന്നെ ജീവിക്കണം, എന്നെ കുറിച്ച് ഓർത്ത് വരീതാവണ്ട എന്ന് പറയുന്നു. പക്ഷെ ഇവള് മുത്തശ്ശിയുടെ കാര്യത്തിൽ നല്ല വിഷമത്തിലാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ഹാൻ ആണെങ്കിൽ ഹോമിങ്ങിനെ വന്ന് കണ്ട് സർ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങളുടെ വൈഫിനെ കുറിച്ചാണ്, പുള്ളിക്കാരി ഒരു ഡിവോഴ്സ് ലോയറെ നോക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഹോമിങ് അവൾ ഒരിക്കലും എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഹാൻ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ മുൻകരുതലുകളൊക്കെ എടുക്കാം എന്ന് പറയുമ്പോഴും ഹോമിങ് ഇപ്പോഴുള്ള ജോബ് അവളുടെ ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, അവൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട്, അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും അതിനുവേണ്ടി എന്നെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് പറയുന്നു. പക്ഷെ അവന്റെ ആ ഒരു കോൺഫിഡൻസ് വളരെ തെറ്റായിരുന്നു. അന്ന് നൈറ്റ് തന്നെ ഷോയാൻ ഇവന് ഡിവോഴ്സ് സമർപ്പിക്കുകയാണ്. അപ്പൊ ഹോമിങ് ആണെങ്കിൽ വളരെ ഷോക്കായിട്ട് ഇത് നീ ആലോചിച്ചിട്ട് തന്നെയാണോ, നമ്മള് ഇതിനെപ്പറ്റി നേരത്തെ തീരുമാനിച്ചതല്ലേ, നിനക്കിപ്പോ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് എന്റെ അടുത്തുനിന്ന് വേണോ എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ഒരു സെന്റ് പോലും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോ ഹോമിങ് നീ എന്നെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ നീ യൂസ് ചെയ്യുന്ന ലക്ഷറി കാറ്, വീട്, ഡ്രസ്സ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, സെർവൻസ്, ബോഡി ഗാർഡ്, ഫാമിലി, ഫാമിലിയുടെയും ഒരു റിസോഴ്സും പിന്നെ നിനക്ക് യൂസ് ചെയ്യാനാവില്ല എന്ന് പറയുമ്പോ ഇവള് അതൊന്നും ശരിക്കും എന്റേതായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ ഇവളോട് അപ്പോ നിന്റെ കരിയറോ അത് നിനക്ക് വേണ്ടായിരിക്കല്ലേ എന്ന് ചോദിച്ചിട്ട് ഇവളെ പേടിപ്പിക്കാൻ വേണ്ടി ഇവളുടെ മാനേജറിന് ഒരു വോയിസ് മെസ്സേജ് അയക്കാണ്. ഇവളുടെ ആ ഒരു ജോലി തെറിപ്പിക്കുന്ന രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് അയച്ചിട്ട് ഞാനിത് സെൻഡ് ചെയ്യട്ടെ എന്ന് ഇവളോട് ചോദിക്കുമ്പോ ഇവളാണെങ്കിൽ ഉടനെ തന്നെ ഫാങ്ങിനെ വിളിച്ചിട്ട് റെക്കോർഡ് ഓൺ ചെയ്ത് ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാണ്, നീ എന്റെ ഹസ്ബൻഡിന്റെ ലൈഫിൽ നിന്ന് പോയി തരണം, ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ കരിയറും യൂത്തും ഒന്നും തിരിച്ചിട്ടാൻ പോകുന്നില്ല, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഫാങ് നീ എന്താ എന്നെ വരട്ടാണോ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത് തന്നെ ഹോമിങ്ങിന് വേണ്ടിയിട്ടാണ്, അത് ഹോമിങ് വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഹോച്ചൻ ഹോമിങ്ങിന്റെ മകനാണ്, ഞാൻ അവന്റെ ആന്റിയും, ഞങ്ങൾ തമ്മിൽ ഒരുമിക്കുക എന്നുള്ളത് ആർക്കും അതുകൊണ്ട് തന്നെ തടയാനേ ആവില്ല എന്ന് പറയുമ്പോഴേക്കും ഇവൾ ആ ഒരു കോള് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവനോട് ഈ ഒരു ഡിവോഴ്സ് മ്യൂച്വലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് അവസാനിപ്പിക്കണോ അതോ അവസാനം വരെ ഫൈറ്റ് ചെയ്യാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതായത് ഇവനെ ഭീഷണിപ്പെടുത്താണ് ആ ഒരു റെക്കോർഡിംഗ് വെച്ചിട്ട് ഹോച്ചൻ ഇവന്റെ മകനാണ് എന്ന കാര്യം പുറത്തറിയാതിരിക്കാനാണല്ലോ ഹോമിങ്ങും ഫാമിലി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോമിങ് ആ ഒരു മാനേജറിന് അയക്കാൻ റെക്കോർഡ് ചെയ്ത സാധനം ഡിലീറ്റ് ചെയ്യുന്നു. ഇവനൊന്നും പറയാൻ പറ്റുന്നില്ല. ഷോയാനും ഇവനോട് ഞാൻ എന്റെ സാധനങ്ങളൊക്കെ ഉടനെ തന്നെ വന്ന് എടുത്തോണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം ഇവളാണെങ്കിൽ നേരെ ലിനിനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷെ അവളാണെങ്കിൽ അപ്പൊ ഫ്രണ്ട്സിനോടൊപ്പം പുറത്തു പോകുന്നത് ഷോയാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും യു ആണെങ്കിൽ ഇവളെ കണ്ടോണ്ട് ഇവളുടെ അടുത്തേക്ക് വരുന്നു. എന്താ പോവാണോ എന്ന് ചോദിക്കുമ്പോ ഇവളും അതെ ലിന് പുറത്തു പോയേക്കാണ്, ഞാൻ കണ്ടോള് പോകുന്നത്, പിന്നെ വരാം എന്ന് പറയുമ്പോ യുവും ഇവളോട് ലിനിന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് പോകുന്നത്, അവള് നല്ലോണം മാർക്കും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഷോയാനും ഇവനോട് താങ്ക്സ് പറഞ്ഞിട്ട് ഇനിയും അവളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവളാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഇനി ഇവള് ഹോമിങ്ങിനോടൊപ്പം ആ ഒരു വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവനും വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഷോയാന്റെ സാധനങ്ങൾ എന്ന് പറയാൻ വേണ്ടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവള് വന്ന് എല്ലാ കാര്യങ്ങളും എടുത്തോണ്ട് പോയി. സോ ഇവന് നല്ല ദേഷ്യം വന്നിട്ട് അവിടെ ഇവരുടെ വിവാഹ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ അത് മറക്കുന്ന രീതിയിൽ മറ്റൊരു ചിത്രം അവിടെ എടുത്തോണ്ട് വെക്കുകയാണ് വളരെ ദേഷ്യത്തില്. അതിനുശേഷം യുവിനെ ആണെങ്കിൽ ഇവന്റെ സീനിയർ വിളിച്ചിട്ട് നെക്സ്റ്റ് വീക്ക് ഇവന് പ്രധാനപ്പെട്ട ഒരു സർജറി ഉണ്ട്, അത് റിസ്ക് കുറച്ച് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ നീ എല്ലാ കാര്യങ്ങളും നല്ലോണം മാനേജ് ചെയ്യണം, ഒരു പിഴവ് പോലും ഉണ്ടാവാൻ പാടില്ല, ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നിന്റെ കരിയറിനെ ബാധിക്കും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണം എന്ന് പറയുമ്പോ ഇവന് നല്ല ടെൻഷൻ ആവുകയാണ്. കാരണം ഒന്ന് ഇവന്റെ കയ്യിൽ നിന്ന് ഒരുപാട് മണിക്കൂർ നീണ്ടുപോയി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ ഭയങ്കര ടെൻഷനായിട്ട് ഇപ്പൊ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ബലൂണൊക്കെ ഊതി വീർപ്പിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലിന്നാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളെ നോക്കുമ്പോ ഇവൻ ഇവിടെ ഊതി വീർപ്പിച്ചുവിട്ട ബലൂൺ എല്ലാം തന്നെ പറന്ന് നടക്കാണ്. അത് കണ്ട് ഇവള് നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവന്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോ ഇവനോട് എന്താ അടുത്ത സർജറി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. സോ ഇവനും ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ എങ്കിൽ പിന്നെ ഞാൻ തന്നെ നിങ്ങളുടെ ടെൻഷൻ ഉടനെ മാറ്റിത്തരാം, അതിന് എന്റെ കയ്യിലൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് ഇവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. എന്നിട്ട് അവനോടൊപ്പം വളരെ ഹാപ്പി ആയിട്ട് അവന്റെ മൈൻഡ് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് ഇവർ ഒരുപാട് ചുറ്റി കറങ്ങുന്നു, ഗെയിംസ് കളിക്കാൻ പാർക്കിൽ പോകുന്നു, റൈഡിങ്ങിന് പോകുന്നു. സോ അങ്ങനെ കുറേയൊക്കെ ആവുമ്പോൾ അവന്റെ ആ ഒരു മൈൻഡ് തന്നെ ഫുള്ള് മാറി അവൻ ഓക്കെ ആവുകയാണ്. അന്ന് നൈറ്റ് ഫുൾ അവർ ഒരുമിച്ചായിരുന്നു. സോ യുവും തനിക്ക് ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി തന്നതിന് ഇവളോട് താങ്ക്സ് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ എല്ലാ ടെൻഷനും കാര്യങ്ങളൊക്കെ ഫുള്ള് മാറിയിരിക്കുകയാണ്, ഞാൻ നല്ല റിലാക്സ്ഡ് ആയി, ഇപ്പൊ എനിക്ക് സർജറി ചെയ്യാനുള്ള ഫുള്ള് കോൺഫിഡൻസ് കിട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ സിവയാണെങ്കിൽ ഇവളുടെ അമ്മയായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങാനായിട്ട് ഒരു ലോയറെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്, അതിന്റെ നിയമവശങ്ങളൊക്കെ അറിയാൻ വേണ്ടി. ആ ഒരു സമയത്ത് ഇവള് അവിടെ വെച്ച് ഷോയാനെ
കാണുകയാണ്. സോ ഇവളുടെ വക്കീലിനോട് അല്ല ആ ലോയർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇയാളും അത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡിവോഴ്സ് ലോയർ ആണ് എന്ന് പറയാണ്. അത് കേട്ട് ഇവളൊന്ന് ഇതാവുന്നു. ഷോയാൻ ഡിവോഴ്സ് ലോയറെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും ഒരേ ഒരു റീസൺ ആയിരിക്കുമല്ലോ ഉള്ളത്. അത് മനസ്സിലാക്കി ഇവളാണെങ്കിൽ അവളുടെ അസിസ്റ്റന്റ് വഴി ഈ ഒരു ഓഫീസ് ഫുള്ള് ഷോയാൻ ഡിവോഴ്സ് ആവാൻ പോവാണ് എന്ന കാര്യം പറഞ്ഞു വരുത്തുന്നു. ഷോയാനും ഹോമിങ്ങും പെർഫെക്റ്റ് കപ്പിൾ ആയിരുന്നല്ലോ എല്ലാവരുടെയും കണ്ണില്. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്ത എല്ലാവരും ഏറ്റെടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഫാങ് ആണെങ്കിൽ ഇപ്പൊ ഹോമിങ്ങിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇവളുടെ അച്ഛനുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചേക്കുന്നത്. പക്ഷെ ഹോമിങ് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും അത് അവളുടെ കള്ളത്തരമായിരുന്നു. അവിടെ ഇവളുടെ അച്ഛനൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഹോമിങ് ആണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ഇവളും ഇവന്റെ പിന്നാലെ തന്നെ ചെല്ലുന്നു. എനിക്കറിയാം നിങ്ങൾ ഡിവോഴ്സ് ആവാൻ പോവാണെന്ന്. അവളെ പോലെ ഒരുത്തി നിങ്ങൾ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായല്ലോ. അവളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു സമയം തന്നെയാണ് അതേ ഹോട്ടലിലേക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് ഷൂയാനും അവളുടെ ടീമും എത്തുന്നത്. ഹോമിങ് ആണെങ്കിൽ ഷോയാനെ കണ്ട് സ്റ്റോപ്പ് ആവുന്നു. അതുപോലെ തന്നെ ഫാങ്ങും ഷോയാനെ അവിടെ കാണുന്നത് കൊണ്ട് തന്നെ മനഃപൂർവ്വം ഹോമിങ്ങിനോട് ക്ലോസ് ആയിട്ട് എന്ന രീതിയിൽ അവന്റെ കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ ഷൂയാനാണെങ്കിൽ നേരെ ഇവരുടെ അടുത്തേക്ക് വന്ന് ഹോമിങ്ങിനെ നോക്കുന്നു. അതുപോലെ തന്നെ ഇവളുടെ കയ്യിൽ കെട്ടിപ്പിടിച്ചേക്കുന്നത് നോക്കാണ്. എന്നിട്ട് ഇവളുടെ മുടിയൊക്കെ പിടിച്ച് ഒന്ന് മാറ്റിയിട്ട് നല്ലതൊരെണ്ണം പൊട്ടിക്കാണ്. എന്നിട്ട് ഷോയാന്റെ കയ്യിലുള്ള വെഡിങ് റിങ് കാണിച്ചിട്ട് ഇതുവരെയും ഡിവോഴ്സ് ആയിട്ടില്ല എന്നിട്ട് പോരെ നിന്റെ ആധിപത്യം എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഷൂയാൻ അങ്ങനെ പെരുമാറിയത് ഹോമിങ്ങിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. സോ ഇവനും ഫാങ്ങിനോട് അവള് പറഞ്ഞത് ശരിയല്ലേ, ആരാ പറഞ്ഞത് ഞങ്ങൾ ഡിവോഴ്സ് ആയെന്ന്? കപ്പിൾസിന്റെ ഇടയിൽ വഴക്കുണ്ടാവുന്നതൊക്കെ സർവ്വസാധാരണ അല്ലേ? എന്റെ ലൈഫിൽ എന്തായാലും മറ്റൊരു സ്ത്രീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നീ ആയിരിക്കില്ല. അത് നീ കൂടി ഒന്ന് ആലോചിക്ക്. വെറുതെ എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഇവളാണെങ്കിൽ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഇവളുടെ അസിസ്റ്റന്റ് ഇവളോട് വന്ന്, മാഡം ഇവിടെ ഫുള്ള് റൂമേഴ്സ് വരുന്നോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹസ്ബൻഡും ശരിക്കും ഡിവോഴ്സ് ആവാൻ പോവാണോ? അത് റൂമേഴ്സ് മാത്രമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രതികരിക്കുന്നത് നല്ലത്. കാരണം ഞാൻ അറിഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന പല ഷോകളും ഇവര് കട്ട് ചെയ്യാൻ പോവാണ്. ഫാമിലി ഫീസ്റ്റ് പ്രോഗ്രാമിൽ പോലും നിങ്ങളെ മാറ്റി സിവൈ ആക്കാനാണ് എല്ലാവരും തീരുമാനിക്കുന്നത്. നിങ്ങൾ ശരിക്കും ഡിവോഴ്സ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷോയാൻ ഇല്ല, ഞാൻ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുമ്പോഴേക്കും സിവൈ ആണെങ്കിൽ അങ്ങോട്ട് വലിയ അഹങ്കാരത്തിൽ വന്നിട്ട്, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ നീ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിയത് നിന്റെ എഫോർട്ട് കൊണ്ടൊന്നല്ലെന്ന്. നിന്റെ ഡിവോഴ്സിന്റെ വാർത്ത ഇവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ ആരും നിന്നെ ഇനി പൊക്കിക്കൊണ്ട് നടക്കാൻ പോകുന്നില്ല. നിന്റെ എല്ലാ സ്ഥാനങ്ങളും നീ ഒഴിഞ്ഞൊടുക്കേണ്ടി വരും. കാരണം നീ നിന്റെ ഹസ്ബൻഡിന്റെ പിൻബലത്തിലാണല്ലോ അതൊക്കെ നേടിയത്. ആ വ്യക്തി ഇല്ലാതെ പിന്നെ നിനക്ക് എന്ത് സ്ഥാനം ഉള്ളത്? നിന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എല്ലാരും കൂടെ ചേർന്ന് പുറത്താക്കുന്നത് എനിക്ക് എന്റെ കണ്ണുകളുകൊണ്ട് കാണണം. അതിനെന്തായാലും ഇനി അധിക സമയം കാത്തിരിക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ് ചലയ്ക്കുമ്പോ ഷൂയാനാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇവളെ മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിൽ ഇരിക്കാണ്. സോ സിവയും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഷൂയാൻ അവള് പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ ഇരുന്നെങ്കിൽ പോലും അവള് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഇവളെ നല്ലോണം അലട്ടുന്നുണ്ട്. അതിനുശേഷം ഇവളെ ആണെങ്കിൽ ഇവളുടെ മാനേജറെ വിളിപ്പിച്ചിട്ട്, ഞങ്ങൾക്കൊരു അനോണിമസ് മെസ്സേജ് വന്നിട്ടുണ്ട്. നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടാണ്. അവർ അബ്രോഡ് ആണെന്നല്ലേ നീ പറഞ്ഞത്? എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൾ ഒന്നും പറയുന്നില്ല. സർ ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണ് എന്ന് പറയാണ്. നീ എന്തൊക്കെയാ ഷോയാൻ ഈ പറയുന്നത്? എന്തിനാ നീ റിസൈൻ ചെയ്യുന്നത്? അപ്പോ കേട്ടതൊക്കെ ശരിയാണോ? നിങ്ങൾ ഡിവോഴ്സ് ആവാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള്, ഇത് എന്റെ ഹസ്ബൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഞാൻ വളരെ ടയർഡാണ്. എന്നെക്കൊണ്ട് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എന്നിട്ട് ഇവള് നേരെ വന്ന് ഇവളുടെ തിങ്സ് ഒക്കെ ഓഫീസിൽ നിന്ന് എടുക്കുന്നു. ഇവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് നേടിയെടുത്ത ആ ഒരു ജോലി റിസൈൻ ചെയ്തു. ഇനി ഇവൾക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം ഓരോന്നായിട്ട് ഇവളുടെ രഹസ്യങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് മാത്രമല്ല ഹോമിംഗ് ആയിട്ട് ബന്ധം വേർപെടുത്തി കഴിഞ്ഞാൽ ഇവൾക്ക് ഈ ഒരു കമ്പനിയിൽ ഒരു വിലയും നിലയും കിട്ടാൻ പോകുന്നില്ല. അതിനു മുന്നേ ഇവളായിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നതാണല്ലോ എന്തുകൊണ്ടും നല്ലത്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഐ തിങ്ക് ഇനിയാണ് ഈ ഒരു ഡ്രാമ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.